ഇന്ത്യയുടെ എക്കാലത്തെയും വിശിഷ്ടയായ കൾച്ചറൽ അംബാസിഡർ എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന ശ്രീമതി കപില വാത്സ്യായനൻ്റെ അനുസ്മരണാർത്ഥം കഴിഞ്ഞ വർഷം എന്ന പോലെ ഈ വർഷം സെക്കൻഡ് എഡിഷൻ എന്ന നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫെസ്റ്റിവലിന് കേരളത്തിൽ ഭാരത് ഭവൻ്റെ ആഭിമുഖ്യത്തിൽ വേദിയൊരുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി അനുഗ്രഹീതരായ ഒട്ടനവധി കലാകാരികളുടെ പ്രകടനം കാണാനും ആസ്വദിക്കാനും മനസ്സിലാക്കാനും കേരളത്തിലെ കലാവിദ്യാർത്ഥികൾക്കും കലാസ്നേഹികൾക്കും കഴിയുന്നു എന്നുള്ളത് ഈ പരിപാടിയുടെ പ്രസക്തി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. യശശരീരയായിട്ടുള്ള കപില വാത്സ്യായനൻ ക്ലാസിക്കൽ കലാരൂപങ്ങൾ മാത്രമല്ല, പാരമ്പര്യ കലാരൂപങ്ങളും നാടോടി കലാരൂപങ്ങളും ഗോത്രകലാരൂപങ്ങളുമെല്ലാം അവയുടെ ചെറു ഇടങ്ങളിൽ നിന്ന് രാജ്യത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പ്രചരിപ്പിക്കുന്നതിനും മറ്റും വലിയ പങ്കുവഹിച്ച സമാരാധ്യ വ്യക്തിത്വമാണ് എന്നുള്ളത് ഏറ്റവും വിനയപൂർവ്വം അനുസ്മരിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളുടെ നാടായ ഇരിങ്ങാലക്കുടയിലെ കലാമേഖലയിലെ സാംസ്കാരിക മേഖലയിലെ ഏറ്റവും വിശിഷ്ട സാന്നിധ്യമായിട്ടുള്ള വേണുജിയിലൂടെ കപില വാത്സ്യായനനെ കുറിച്ച് ഒരുപാട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീ വേണുജിയുടെ പ്രഭാഷണങ്ങളിൽ 2-3 തവണയെങ്കിലും അദ്ദേഹം കപില വാത്സ്യായനനെ പരാമർശിക്കും. സ്വന്തം മകൾക്ക് കപില എന്നാണ് അദ്ദേഹം പേരും നൽകിയത്. ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ശ്രീ വേണുജി ഇവിടെ പ്രഭാഷണം നിർവഹിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള നടന കൈരളി എന്ന സ്ഥാപനത്തിൽ ശ്രീമതി കപില വാത്സ്യായനൻ സന്ദർശനം നടത്തിയ വേളയിൽ സൗമ്യമധുരമായിട്ടുള്ള ഭാഷയിൽ ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങളെക്കുറിച്ച്, കലാചരിത്രത്തെക്കുറിച്ച്, സൗന്ദര്യശാസ്ത്രത്തെക്കുറിച്ചൊക്കെ അവഗാഹപൂർവം അവർ സംസാരിക്കുന്നത് കേട്ട് വളരെയധികം അത്ഭുതം തോന്നിയിട്ടുണ്ട്. അങ്ങനെ പ്രതിഭാശാലിയായിട്ടുള്ള ഇന്ത്യയുടെ കലാമേഖലയിൽ അനുപമ സാന്നിധ്യമായിരുന്ന ഒരു മഹതിയെയാണ് നാം അനുസ്മരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിലെ സ്ത്രീ ജീവിതങ്ങൾക്കാകെ പ്രചോദനം പകരുന്ന ഒരു സാന്നിധ്യമായിരുന്നു കപില വാത്സ്യായനൻ എന്ന് തന്നെ ഞാൻ കരുതുകയാണ്. ഈ അനുസ്മരണ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ സദസ്സുകളെ ധന്യമാക്കിയ ഒട്ടേറെ ഇതര കലാകാരികളെയും അനുസ്മരിക്കുന്നുണ്ട്. ഇന്ന് കനകലയുടെ അനുസ്മരണം ഇവിടെ നടത്തുന്നുണ്ട്. അതെല്ലാം നമുക്ക് കേൾക്കാൻ സാധിക്കും. നമ്മുടെ നൃത്തവേദിയിലെ പ്രശസ്ത സാന്നിധ്യങ്ങളായിട്ടുള്ള ക്ഷേമാവതി ടീച്ചറും ഉമാ ഡോഗ്രയും അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട്. ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതി ഞങ്ങളുടെ തൃശ്ശൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു കലാകാരിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നന്നേ ചെറുപ്പം മുതൽ ഗുരുസ്ഥാനത്ത് കണ്ട് ആരാധിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീമതി കലാമണ്ഡലം ക്ഷേമാവതി. ടീച്ചറുടെ കയ്യിലുള്ള കലയെ, മോഹിനിയാട്ടത്തെ കലാനുസാരിയായി പരിഷ്കരിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള സമർപ്പിതമായ പ്രവർത്തനങ്ങൾ ഏറ്റവും സ്നേഹാദരപൂർവം ഇവിടെ അനുസ്മരിക്കുകയാണ്. പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി കേരളത്തിലെ നൃത്തരംഗത്ത് പകരം വയ്ക്കാനില്ലാത്ത ഒരു സാന്നിധ്യമായി തന്നെ ഇപ്പോഴും തൻ്റെ കലാസപര്യ തുടരുകയാണ്. സിനിമാ മേഖലയിലെ നവസിനിമാ തരംഗത്തിൻ്റെ ഭാഗമായി നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ പവിത്രൻ്റെ സഹധർമ്മിണി എന്ന നിലയിലും ഞങ്ങൾക്കൊക്കെ ഏറെ പ്രിയങ്കരിയായിട്ടുള്ള ക്ഷേമ ടീച്ചർ ഇന്ന് ഇവിടെ പരിപാടി അവതരിപ്പിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ ഉമാ ഡോഗ്രെ
അവരുടെ മേഖലയിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി 40 വർഷക്കാലമായിട്ട് കലാസബരിയ തുടരുന്നു. ജയ്പൂർ ഘരാനയിലൂടെ സവിശേഷമായ സ്വകീയ ശൈലി വികസിപ്പിച്ചെടുത്ത ഒരു നർത്തകിയാണ് അവർ എന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ഇവരുടെ പ്രകടനം വളരെ ഔത്സുക്യത്തോടു കൂടി പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ വേദിയിൽ ഇന്ന് ആദരിക്കപ്പെടുന്ന 2 വ്യക്തിത്വങ്ങൾ, ഒന്ന് ഗിരിജ ടീച്ചറും മറ്റൊന്ന് ഓമനക്കുട്ടി ടീച്ചറും. ഓമനക്കുട്ടി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കർണാടക സംഗീത മേഖലയിൽ യാതൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത, ഒരുപക്ഷെ കേരളത്തിൻ്റെ കർണാടക സംഗീത മേഖലയിൽ പാണ്ഡിത്യത്തിൻ്റെയും വൈദുഷ്യത്തിൻ്റെയും ഒക്കെ പര്യായ പദമായി ഏറ്റവും അനുഗ്രഹീത സാന്നിധ്യമായി തുടരുന്ന മഹാഗുരുവാണ്. ടീച്ചറെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അല്ലേ? നിങ്ങൾ തിരുവനന്തപുരത്തുകാർക്ക് നന്നായി അറിയാം. ടീച്ചറുടെ സഹോദരന്മാരായിട്ടുള്ള MG രാധാകൃഷ്ണനും MG ശ്രീകുമാറും ഉൾപ്പെടെയുള്ള ശിഷ്യ പരമ്പര, ഇപ്പം നമുക്ക് പ്രാർത്ഥനാഗീതം ചൊല്ലിയ നമ്മുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ടീച്ചറിൽ നിന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങി ആ പരമ്പരയുടെ ഭാഗമാകുകയാണ്. ടീച്ചർക്ക് ഈ ആദരവിൻ്റെ മുഹൂർത്തത്തിൽ നിറഞ്ഞ ഹൃദയത്തോടെ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. അതുപോലെ ഗിരിജ ടീച്ചർ, റിഗാറ്റ എന്ന ഡാൻസ് സ്കൂൾ നമുക്കേവർക്കും ഹൃദയത്തിൻ്റെ വളരെ അടുത്ത് നിൽക്കുന്ന, അല്ലെ, കലാസ്നേഹികളായ മുഴുവൻ പേർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിലെല്ലാം വിജയികളായി വരുന്നവരെല്ലാം ഗിരിജ ടീച്ചറുടെ ശിഷ്യകളായിരുന്നു. അപ്പോൾ ആ നിലയിലൊക്കെ ടീച്ചറും നിരവധി ശിഷ്യർക്ക് ഗുരുവായിട്ടുള്ള വളരെ സൗമ്യമായിട്ടുള്ള ഒരു സാന്നിധ്യമാണ്. പതിറ്റാണ്ടുകളുടെ കലാസബരിയ തുടരുന്ന ഗിരിജ ടീച്ചർക്കും നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ വേദിയിൽ സന്നിഹിതയായിട്ടുള്ള ശ്രീമതി അനുപമ മോഹൻ, അവരും ഞങ്ങളുടെ നാടിൻ്റെ ഒരു അഭിമാനമാണ്. അനുപമ ടീച്ചർ നൃത്തത്തിൻ്റെ മേഖലയിൽ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ അവരുടെ ഭർത്താവ് സിനിമാ സംവിധായകനും ഈയിടെ നമ്മെ വിട്ടുപിരിഞ്ഞ വ്യക്തിത്വവുമായിട്ടുള്ള ശ്രീ മോഹൻ, ശാലിനി എൻ്റെ കൂട്ടുകാരി, അതുപോലെ ഇടവേള തുടങ്ങിയ ഒരുപാട് ജനപ്രിയ ചലച്ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു. ഏറ്റവും പ്രിയമോടെ അനുപമ ടീച്ചർക്കും ഞാൻ എൻ്റെ സ്നേഹാദരങ്ങൾ വിനയപൂർവ്വം അറിയിക്കുകയാണ്. ബഹുമാന്യനായ ഗോവിന്ദമാഷും രാജേട്ടനും എല്ലാം വേദിയിലുണ്ട്. ഇനിയും സുദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും കലാപ്രകടനം ഔത്സുക്യത്തോടു കൂടി കാത്തിരിക്കുകയാണ്. കേരളത്തിൻ്റെ കലാലോകത്ത് ഇതുപോലെ മികവാർന്ന ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഭാരത് ഭവന് അവസരം ലഭിച്ചതിലുള്ള സന്തോഷവും അഭിമാനവും ഒരിക്കൽ കൂടി പങ്കുവച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് സസ്നേഹം അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ.